നമ്മുടെ ലീഡ് IAS പ്രിലിംസ് ക്ലിയർ കോഴ്സിൽ ഉണ്ടാകുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡ് IAS പ്രൈം ബാച്ചിൽ ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ വെറ്ററൻ ആയിട്ടുള്ള ആസ്പിറൻസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് ആസ്പിറൻസിന് പുറമെ ഒരു യുണീക്കായിട്ടുള്ള അടുത്തൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ PCM കോഴ്സ് ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൂടി വരികയാണ് പ്രിലിംസ് ക്ലിയർ പ്രോഗ്രാമിൽ. അപ്പോൾ ഈ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇവരുടെ കോഴ്സിന് പാരലായിട്ടായിരിക്കില്ല ഈ ടെസ്റ്റ് സീരീസ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊളിറ്റി എക്കണോമി തീരാത്തപ്പോൾ തന്നെ ഇവിടെ ടെസ്റ്റ് സീരീസിൽ ചിലപ്പോൾ പൊളിറ്റി എക്കണോമി പോർഷൻസ് ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോർഷൻസ് തീരുന്നത് പലപ്പോഴും പ്രിലിംസിനോടനുബന്ധിച്ച ഡേറ്റുകളിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു മിസ്മാച്ച്, അതായത് അവരുടെ പോർഷൻസ് തീരുന്നതും ഇവിടുത്തെ ടെസ്റ്റ് സീരീസും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവുന്നത് പലപ്പോഴും ഇത്തരം കുട്ടികൾക്ക് അവർക്കൊരു ഇൻസെക്യൂരിറ്റി ആക്ട് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോർഷൻ നെക്സ്റ്റ് ഇയർ പ്രിലിംസ് നമ്മൾ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചില പോർഷൻസ് ചില ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫിനിഷപ്പ് ചെയ്യണം. അതർവൈസ് നെക്സ്റ്റ് ഇയറിൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പൊളിറ്റി എക്കണോമി നിങ്ങൾ മാർച്ച് മന്തിന് ശേഷമാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഒബ്വിയസ് ആണ്. വളരെ കോറായിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പ്രയറായിട്ട് പഠിച്ചു തീർക്കണം. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ചില പോർഷൻസ് എങ്കിലും നമ്മൾ മുൻകൂട്ടി പഠിച്ചു തീർത്തിട്ടുണ്ടായിരിക്കണം. സോ അത്തരത്തിൽ നിങ്ങളെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എക്യുപ്പ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഡൗട്ട്, അങ്ങനെ നിങ്ങൾക്ക് ആ പോർഷൻസ് തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കും? സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു നെസസറി ഈവിളാണ്. ഓക്കെ, നിങ്ങൾ മസ്റ്റ് ആൻഡ് മണ്ടേറ്ററി ആയിട്ട് ആ ഒരു ഫോർമാറ്റ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യും. സോ നിങ്ങൾ പഠിച്ചു തരാത്തൊരു പോർഷനിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് ഓരോ ദിവസവും രാവിലെ ആ ടെസ്റ്റ് സീരീസിൻ്റെ കറസ്പോണ്ടിങ് പോർഷൻ അന്ന് എന്താണ് പഠിക്കേണ്ടത് എന്ന്, എവിടെ നോക്കി പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കറക്റ്റ് ധാരണ നിങ്ങൾക്കൊരു വോയിസ് ഫീഡ്ബാക്കിലൂടെ ഈ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ വോയിസ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണ്ടി ക്യൂറേറ്റ് ചെയ്യുന്നത് ഇന്ന് ട്രിവാൻഡ്രത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള UPSC കണ്ടന്റിനെ കുറിച്ച് അത്രയും ഗ്രിപ്പുള്ള ഇവിടുത്തെ ഡയറക്ടർമാരൊരാളായിട്ടുള്ള അനൂപ് സണ്ണിയാണ്. സോ അനൂപ് സണ്ണി നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ എന്താണ് അന്ന് പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ വ്യക്തമായൊരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ അധികം പഠിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള സ്കെയിലിൽ പഠിക്കാൻ വേണ്ടി പറ്റും. ഇനി അങ്ങനെ പഠിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ചില ടോപ്പിക്സ് മനസ്സിലാവുന്നില്ല, ചില ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡൗട്ടുകൾ വളരെ പേഴ്സണലായിട്ട് തന്നെ അവർ ക്ലാരിഫൈ ചെയ്ത് തരും. ഇതിനപ്പുറത്തേക്ക് ലീഡ് IAS എൻറ്റയർ ഫാക്കൽറ്റി ലീഗ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരുന്ന സമയത്ത് ഈ ഫാക്കൽറ്റി ലീഗിലുള്ള ആൾക്കാർ ഡൗട്ട് ചോദിക്കുകയും അതുവഴി നിങ്ങൾക്ക് അവരോട് ഒരു ആക്സസ് കിട്ടുകയും ചെയ്യും. സോ ഇത്തരത്തിലെല്ലാം തന്നെ നിങ്ങളൊരു പ്രിപ്പറേഷൻ ഡെഫിസിറ്റ് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഗുലർ ബേസിൽ അനൂപ് സണ്ണി ഒരു വോയിസ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആ വോയിസ് നോട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടത്, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ മെക്കാനിസംസും, ഏത് സോഴ്സാണ് റെഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും അതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് അനൂപ് സണ്ണി ഡീൽ ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷം നിങ്ങൾക്ക് എൻറ്റയർ PYQ സെറ്റ് ഡീൽ ചെയ്യുന്ന UPSC ക്ലാസിക്സ് എന്നൊരു പ്രോഗ്രാമുണ്ട്. അവസാനത്തെ 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അതിൽ ഈവൻതോ നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നോളജ് ഇല്ലെങ്കിലും അതൊന്നും ആ ഒരു പ്രോഗ്രാമിൽ ഇരിക്കാൻ വേണ്ടി മാറ്റർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതിൽ വളരെ ഫണ്ടമെൻ്റലായിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടീനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ആ കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റിന് മുന്നേയും അതിൽ വേണ്ട റിലവൻറ്റ് ഇൻഫർമേഷൻ അതൊരു ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയും അതിന് ശേഷമാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ ഒരു പ്രിലിംസ് ക്ലിയർ പ്രോഗ്രാമിൻ്റെ ലിൻസ്പിനായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് എൻറ്റയർ 10 വർഷത്തെ PYQ സെറ്റ്. അപ്പോൾ ആ PYQ സെറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പ്രയർ ക്ലാസ്സിൻ്റെയോ പ്രയർ നോളജിൻ്റെയോ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏതൊരു കോഴ്സ് എവിടെ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ പോർഷൻസ് എത്ര ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊന്നും പ്രിലിംസ് ക്ലിയറിൽ ജോയിൻ ചെയ്യുന്നതിന് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ഈ ഒരു ലീഡ് IAS എൻറ്റയർ അക്കാഡമിക് സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിലിംസ് ക്ലിയർ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റിൽ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫാക്കൽറ്റിയിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആ ഡൗട്ട്സ് തീർക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം എങ്ങനെ പഠിക്കണം എന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു വോയിസ് നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് PCM കോഴ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷനോ ഇൻസെക്യൂരിറ്റിയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വളരെ ഫൈനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ലീഡ് IAS പ്രിലിംസ് ക്ലിയർ പ്രോഗ്രാം. താങ്ക് യു.